വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. നാരകം വിളയും വിജയരാജ്യം. സൗഹൃദത്തിന്റെ പ്രതീകമാണ് കേരളീയർക്ക് പണ്ട് മുതലേ ചെറുനാരകവും ചെറുനാരങ്ങയും. സൗഹൃദത്തിന്റെ ആയിരമായിരം നാരങ്ങകൾ കേരളീയർക്കാകെ വിളമ്പുവാൻ നാരക മാഹാത്മ്യവുമായി, നാരക സൗഹൃദവുമായി ഇന്ന് 100 മേനി പ്രേക്ഷകരെ വരവേൽക്കുന്നു പത്തനംതിട്ട ഇലന്തൂർ പുലിപ്രത്ത് PK വിജയരാജൻ. ലോറിക്കണക്കിന് ചെറുനാരങ്ങയാണ് നിത്യവും കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ക്ഷേത്ര ആചാരങ്ങൾക്കും വിവാഹാദി കർമ്മങ്ങൾക്കും, എന്തിന് ഉപവാസ സമരം ജയിച്ചവസാനിപ്പിക്കുന്ന സമരനായകന് പ്രഥമ പാനീയത്തിനും ചെറുനാരങ്ങ തന്നെ വേണം. അച്ചാർ, സ്ക്വാഷുകൾ, പൂമാലകളിലെ അലങ്കാരം എന്നിവയ്ക്കും നാരങ്ങയ്ക്കുണ്ട് മുൻസ്ഥാനം. ചെറുനാരകത്തിന്റെ ഗ്രാഫ്റ്റിംഗ് രീതിയെപ്പറ്റി വിജയരാജമുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലെ ചെറുനാരകം ശരിയായിട്ട് വളരുകയില്ല. അതിന് കാരണം ഈ ചെറുനാരകം വളരെ ഉണക്ക് പിടിക്കുന്ന മരമാണ്. കമ്പിളി നാരകമാണെങ്കിൽ അതിന് ഉണക്കിനെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയുണ്ട്. അത് ആണ്ടിലെ 365 ദിവസവും വളർന്നുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ റൂട്ട് സിസ്റ്റം, വേരുപടലം വളരെ സ്ട്രോങ് ആണ്, ശക്തമാണ്. അന്നേരം ആ ചെടി വളർന്നുകൊണ്ടേ എല്ലാ കാലം വളർന്നിരിക്കും. അതേ സമയത്ത് ചെറുനാരകം നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് 6 മാസം മഴയുണ്ട്, ആ മഴ സമയത്ത് വളരും, 6 മാസം ഉണങ്ങും. അങ്ങനെ ആകുമ്പം ഒരു കൊല്ലത്തെ നെറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0 ആണ്. അങ്ങനെ നിൽക്കുന്ന മരം കായ്ക്കുകയാണെങ്കിൽ മഴ സമയത്ത് കായ്ച്ചാൽ ഒരു സീസണിലേ അത് കായ്ക്കുള്ളൂ. കായ്ക്കുമ്പം തന്നെ അതിന് ഇടയ്ക്കൊരണക്കുണ്ടായ ആ പൂവും കായും എല്ലാം പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ നമ്മുടെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അന്യാശ്രയത്വം. നമ്മുടെ കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളെയാണ് ഈ ചെറുനാരകത്തിന് വേണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ആശ്രയിക്കുന്നത്. ആ അന്യാശ്രയത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് നോക്കി കമ്പിളി നാരകത്തിൽ ചെറുനാരകം ഒട്ടിച്ചാൽ, കമ്പിളി നാരകം എല്ലാ കാലത്തും വളരും, ചെറുനാരകമാണെങ്കിൽ 6 മാസം മഴയുള്ള കാലത്തേ വളരുള്ളൂ. അന്നേരം ഈ പ്രതിസന്ധി ഒഴിവാക്കണമെങ്കിൽ കമ്പിളി നാരകത്തിൽ ചെറുനാരകം ഒട്ടിച്ചു കഴിഞ്ഞാൽ ചെറുനാരകവും വളരും, കമ്പിളി നാരകവും വളരും. അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിന് ഏറ്റവും ഈ ജൈവിക പ്രജനനം, കായിക പ്രജനനത്തിന് ഏറ്റവും പറ്റിയ രീതി ഗ്രാഫ്റ്റിംഗ് ആണ്. അങ്ങനെ ഞാൻ ഒരു കമ്പിളി നാരകം എൻ്റെ ഇവിടെ നട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുനാരകം, അത് വേറൊരു വീട്ടിൽ കായ്ക്കുന്ന ഒരു ചെറുനാരകത്തിൽ, ഒരു കമ്പിളി നാരകത്തിൽ ആ ചെറുനാരകം ഗ്രാഫ്റ്റ് ചെയ്ത് ആ ഗ്രാഫ്റ്റ് തൈ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ കമ്പിളി നാരകത്തിൽ ഒട്ടിച്ചു. അങ്ങനെ അത് വളർന്നു വന്ന് ഒരു 10, ഇത് ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ കമ്പിളി നാരകം എന്ന് പറയുന്നത് 25 കൊല്ലം പ്രായമുള്ളതാണ്. അത് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ കാലഹരണപ്പെട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് ആയി വരികയാണ്. ഇനി ഒരു 4-5 കൊല്ലം കൂടെ ഒക്കെ അത് വളരുകയുള്ളൂ. അന്നേരം അതിനുവേണ്ടി ഇപ്പം ഈ അന്യാശ്രയത്വം പിന്നെ നിന്ന് മാത്രമല്ല, ഈ ചെറുനാരകത്തിൻ്റെ വിലയും പ്രത്യേകിച്ച് ഓഫ് സീസണിൽ അതിന് 7-8 രൂപയൊക്കെ ഒരു നാരങ്ങയ്ക്ക് വിലയുണ്ട്. ഇത് ഈ ഞാനുണ്ടാക്കിയ കമ്പിളി നാരകത്തിൽ ആദ്യകാലങ്ങളിൽ ഒരു 10 കൊല്ലം മുതൽ ഒരു 20 കൊല്ലം വരെ അതിൽ ഒരു സീസണിൽ ഒരു 5000 നാരങ്ങ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ 3 സീസണിൽ 15,000 നാരങ്ങ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അന്ന് ഈ നാരകത്തെ നേരെ നിർത്തുന്ന വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിന് സ്റ്റേയും സപ്പോർട്ടും തൂണും കുന്തവും എല്ലാം കൂടെ കൊടുത്താണ് അതിനെ നിർത്തിയിരുന്നത്. കമ്പിളി നാരകം അഥവാ ബാംബ്ലിമാസ് ചെടിയിലാണ്
ചെറുനാരകത്തെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്രോച്ച് ഗ്രാഫ്റ്റ് രീതി. ഗ്രാഫ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കായിക പ്രജനനം നടത്തുന്നതാണ് കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. അന്നേരം കായിക പ്രജനനം ഉപയോഗിച്ച് ഞാൻ ചെയ്ത മരത്തിൻ്റെ ഒരു തൈ ഇവിടെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. കായിക പ്രജനനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു മരത്തിൻ്റെ ഒരു തൈ, അത് ചെറുനാരകമാണ്. അതാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്നത് കായിക പ്രജനനം മൂലം ഉണ്ടാക്കിയ ഒരു ലെയർ ചെയ്തെടുത്ത ഒരു ചെറുനാരകത്തിൻ്റെ തൈയാണ്. ആ ചെറുനാരകം നമ്മളൊരു റൂട്ട് സിസ്റ്റമുള്ള എന്ന് പറഞ്ഞാൽ സ്റ്റോക്കായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു കമ്പിളി നാരകമാണ്. ആ കമ്പിളി നാരകം ഇവിടെ അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഗ്രാഫ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഇതിൽ ഒട്ടിക്കാൻ പോവുകയാണ്. അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇത് മുഖത്തോട് മുഖം ഒട്ടിക്കുക എന്നാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അന്നേരം ആ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. ഗ്രാഫ്റ്റിങ്ങിന് ആദ്യമായി സ്റ്റോക്ക് അഥവാ തായ്ച്ചെടി കമ്പിൽ 2.5 ഇഞ്ച് നീളത്തിൽ അല്പം തടി ഭാഗത്തോടു കൂടി തൊലി ചെത്തിമാറ്റും. ശേഷം വച്ചുപിടിപ്പിക്കേണ്ട ചെറുനാരക തൈയിലും അതുപോലൊരു ചെത്തിമാറ്റം നടത്തും. ചെത്തിയ ഭാഗങ്ങൾ മുഖാമുഖം ചേർത്ത് പ്ലാസ്റ്റിക് നാട കൊണ്ട് ജലനിബദ്ധമായി വരിഞ്ഞു ചുറ്റും. ജലം തീരെ ആ ഭാഗത്ത് കടക്കാതിരിക്കാൻ പുറമെ പ്ലാസ്റ്റിക് നാട കൊണ്ട് തന്നെ മറ്റൊരു ആവരണം കൂടി ആയ ശേഷം നന്നായി വരിഞ്ഞു മുറുക്കി കെട്ടും. ഇങ്ങനെ കമ്പിളി നാരകത്തെ ചെറുനാരകം ഒട്ടിച്ച് ഇത് ഒരുപാട് ചെറുനാരങ്ങ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും നമ്മുടെ ഒരു സൂപ്പർസ്റ്റിഷൻ, ഒരു അന്ധവിശ്വാസമുണ്ട്. അതുകൊണ്ട് സാധാരണ വീടുകളിലൊന്നും ഈ കമ്പിളി നാരകത്തെ ചെറുനാരങ്ങ ഒട്ടിച്ച് അവിടെ വളർത്തുകയില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിമകളായിപ്പോയ നമ്മൾ ഒന്നും നല്ലത് വരുത്താൻ നമ്മൾ നിന്നു കൊടുക്കുകയില്ല. അതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ കമ്പിളി നാരകത്തിൽ ഓരോ ചെറുനാരകം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ലെങ്കിൽ സ്വയം പര്യാപ്തം, സ്വാശ്രയത്വമെങ്കിലും നമുക്ക് ഉറപ്പ് വരുത്തായിരുന്നു. എൻ്റെ ഈ പ്രദേശത്തിൽ ഈ അടുത്തെങ്ങുമില്ല. ഒരു 2-3 കിലോമീറ്റർ ദൂരെ 5-6 വീട്ടിലൊക്കെ ഞാനിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ കമ്പിളി നാരകം, വലിയ കമ്പിളി നാരകം, തെങ്ങിൻ്റെ വണ്ണമൊക്കെ ഉള്ള കമ്പിളി നാരകമുണ്ട്. ആ കമ്പിളി നാരകത്തെ ഞാൻ ഇതുപോലെ ഈ ചെറുനാരകത്തിൻ്റെ ലെയർ ചെയ്ത് തൈ എടുത്തുകൊണ്ട് ചെന്ന് അതിലൊട്ടിച്ച് കൊടുക്കും. അത് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ആ കമ്പിളി നാരകത്തിൻ്റെ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിൻ്റെ വണ്ണമുള്ള കമ്പിളി നാരകമായിരിക്കും. അതിൻ്റെ മണ്ട അങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ആ തടിയേലെ ചെറുനാരകം വളരാൻ തുടങ്ങും. 3 കൊല്ലം കൊണ്ട് അത് ആ തെങ്ങിൻ്റെ വണ്ണമുള്ള ഒരു ചെടിയാകും. ആ തെങ്ങിൻ്റെ വണ്ണമുള്ള ചെടിക്ക് അത്രയും പോളിയം ഉണ്ടായിരിക്കും. അന്നേരം അതെല്ലാം ഒരു 10,000-5,000 നാരങ്ങ ഉണ്ടാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് 3 സീസണിൽ ഇത് ഉണ്ടാകുകയും ചെയ്യും. അന്നേരം ഇത് നമ്മുടെ അന്യാശ്രയത്വം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന, വളരെ അനായാസമായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് ഒരു 5 മാസം മുമ്പ് ഞാൻ ഈ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് സയോൺ ചെറുനാരകമാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് കമ്പിളി നാരകം. ഇത് ഒട്ടിച്ച് ഇത് ഏതാണ്ട് അപ്രോച്ച് ഗ്രാഫ്റ്റ് സക്സസ്ഫുൾ വിജയകരമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ഞാൻ ഈ സയോണും പിന്നെ സ്റ്റോക്കും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് ഒരു വി പോലെ ഒരു ആഴം കുറഞ്ഞ ഒരു മുറിവുണ്ടാക്കി. ഗ്രാഫ്റ്റ് ചെയ്ത് 3 മാസം കഴിയുമ്പോൾ ഗ്രാഫ്റ്റ് ഭാഗത്തിന് താഴെ സയോണിൽ അല്പം ആഴം കുറഞ്ഞ് വി ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കും. 2 ആഴ്ച കഴിഞ്ഞ് മുറിവ് അല്പം കൂടി താഴ്ത്തും. 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരൽപ്പം കൂടി. 4-ാം ആഴ്ചയിൽ സയോണിനെ അവിടം വെച്ച് മുറിച്ചു മാറ്റും. തായ്ച്ചെടികൾക്കായി ബംബ്ലിമാസ് തൈകൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ തയ്യാറാക്കുന്ന ഒരു വിദ്യ വിജയരാജന് സ്വന്തം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സീനിയർ സയന്റിസ്റ്റായി 35 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ PK വിജയരാജന് പ്രായം 79 കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും നാരകം നട്ട് മുടിഞ്ഞു പോകാത്ത യൗവനം അദ്ദേഹത്തെ ഇന്നും കർമ്മനിരതനാക്കുന്നു. സ്റ്റോക്കിൻ്റെ സയോണുമായിട്ട് ഒട്ടിച്ചതിൻ്റെ മുകളിലുള്ള ഭാഗം നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു
ഒരു ഭാഗമാണ്. ഈ ഭാഗം ഇതാണ് നമ്മൾ ഒട്ടിച്ചത്. ഇത് സയോൺ അതാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിൽ പിടിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇത് അതിൻ്റെ ഒറിജിനൽ ചെറുനാരകത്തിൽ നിന്ന് നമ്മൾ മുറിച്ച് മാറ്റി. അത് ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുറിച്ച് കളയാനുള്ള ഭാഗം നമ്മൾ പ്രയോജനപ്പെടുത്താൻ നോക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവിടെ കമ്പിളി നാരകത്തിൻ്റെ തൈ കിട്ടാനില്ല. അന്നേരം ഞാനിത് ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി 4 ഇഞ്ച് നീളത്തിൽ ചെത്തിക്കളഞ്ഞിട്ട് അത് പോട്ടിംഗ് മിശ്രിതം ഉപയോഗിച്ച് അത് വെച്ച് കെട്ടിയിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് അത് വേര് പിടിച്ച് കഴിയും. അന്നേരം ഈ വേര് പിടിച്ച ഭാഗം വേര് പിടിപ്പിക്കുന്നില്ലായിരുന്നെങ്കിൽ അത് നമ്മൾ മുറിച്ചങ്ങ് കളയേ ഉള്ളായിരുന്നു. ഇത് ഞാൻ വേര് പിടിപ്പിച്ചുകൊണ്ട് ഇത് മുറിച്ച് മാറ്റാൻ പോവാണ്. റൂട്ട് സ്റ്റോക്കിൻ്റെ വേറൊരു തൈ നമുക്ക് കിട്ടുകയാണ് ഇത് വഴി തന്നെ. ഇത് ഈ സ്റ്റോക്കിന് ഏരിയൽ ലെയർ ചെയ്ത് വേര് പിടിപ്പിച്ചതാണിത്. ഈ വേര് പിടിപ്പിച്ചതുകൊണ്ട് ഇത് നമുക്കൊരു റൂട്ട് സ്റ്റോക്കായിട്ട് ഇനിയും ചെറുനാരകം ഒട്ടിക്കാൻ ഒരു റൂട്ട് സ്റ്റോക്കായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ ചെറുനാരകത്തിൻ്റെ കമ്പ് ഇതിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് മുറിച്ചെടുത്തതാണ്. ഇനിയും ചെയ്യേണ്ടത് ഈ കെട്ട് ഒരു മാസം കൂടി ഇവിടെ നിർത്തിയിട്ട് ഇത് കിളിക്കാൻ തുടങ്ങും. ഇതിനകത്തെ സയോൺ എന്ന് പറയുന്ന ചെറുനാരകം കിളിക്കാൻ തുടങ്ങും. അതോടുകൂടി തന്നെ സ്റ്റോക്കിൻ്റെ മണ്ടയിൽ നിന്നും അതും കിളിക്കാൻ തുടങ്ങും. സ്റ്റോക്കിൻ്റെ മണ്ടയിൽ നിന്ന് കിളിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ സയോൺ വളരുകയില്ല, ചെറുനാരകം വളരുകയില്ല. അതുകൊണ്ട് കിളിച്ചു വരുന്ന വലുതായിട്ട് ശക്തിയായിട്ട് വരുന്ന ആ സ്റ്റോക്കിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് അടർത്തി കളയുക, 1-2 ഇല മാത്രം നിർത്തുക. അങ്ങനെ വളരുന്നതിനിടയിൽ ഇത് വളർന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്യും, ചെറുനാരങ്ങ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഗ്രാജുവലായിട്ട് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വളർച്ച അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് നിരോധിച്ചാൽ മതി, തടസ്സപ്പെടുത്തിയാൽ മതി. അന്നേരം നമുക്കൊരു ചെറുനാരകം കമ്പിളി നാരകത്തെ കിട്ടിക്കഴിഞ്ഞു. ഈ സമ്പ്രദായം ഉപയോഗിച്ച് നമ്മുടെ അന്ധവിശ്വാസങ്ങളെയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു കമ്പിളി നാരകത്തിൽ ഒരു ചെറുനാരകം ഒട്ടിച്ച് നമ്മുടെ അന്യാശ്രയത്തെ ഒഴിവാക്കി നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന എന്ന് മാത്രമല്ല പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാർബൈഡിൻ്റെ ഉപയോഗമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെറുനാരങ്ങ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ച് സ്വാശ്രയത്വം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. അന്യസംസ്ഥാനങ്ങൾ നാരകം നട്ട് തഴയ്ക്കുമ്പോൾ കേരളത്തിലെ ചൊല്ല് നമുക്കൊന്ന് തിരുത്തി തഴയ്ക്കും നാരകം നട്ടിടം എന്നാക്കിയാലോ? കേരളം ചെറുനാരങ്ങ കൃഷിയിൽ സ്വയം പര്യാപ്തത നേടണം എന്നതാണ് വിജയരാജൻ്റെ അഭിലാഷം. ഈ ചെറുനാരങ്ങാ സൽക്കാരത്തിൽ കേരള കർഷകർ ഒന്നാകെ ഒത്തുചേരട്ടെ. അനുഭവം ഗുരു. കൂടുതൽ വിവരങ്ങൾക്ക് വിജയരാജൻ. ഫോൺ 0468 2362 737. ഒരു നാരക പ്രൗഢി. ബംബ്ലിമാസ് നാരകത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറുനാരകം ഇതാ. തൃശൂർ മരത്താക്കര കൊച്ചുപ്ലാക്കൽ സെബാസ്റ്റ്യൻ്റെ ഈ നാരകത്തിലെ കായ്ഫലം കണ്ടില്ലേ? മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PM അഗസ്റ്റി പറയുന്നത് ശ്രദ്ധിക്കൂ. നാടൻ ഇനത്തിൽപ്പെട്ട വടുകുപ്പുളി അല്ലെങ്കിൽ ബംബിളൂസ് നാരകം അത് വലിയ മരമായിട്ട് പോകുന്ന നാരകമാണ്. അതിലാണ് ഈ ചെറുനാരകം പിടിപ്പിച്ചിരിക്കുന്നത്. ലെമൺ ആണ് ഇത്. പിടിപ്പിച്ചിട്ട് 2 വർഷത്തോളം ആകുന്നുള്ളൂ. ഈ ജോയിൻറ്റിലാണ് അത് ഒരു ചെറിയ പീസ് ഒട്ടിച്ച് വെച്ചത്. ഇപ്പോൾ ഇതിൽ നിറയെ പല സ്റ്റേജായിട്ട് വേനക്ക് ധാരാളം നാരങ്ങ കായ്ച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയ്ക്ക് ഇപ്പോൾ മാർക്കറ്റ് റേറ്റിൽ ഒരു നാരങ്ങയ്ക്ക് 5 രൂപ വരെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ പഴയ ബംബിളൂസ് നാരകമോ വടുകുപ്പുളി നാരകമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്കിങ്ങനെ ചെറുനാരകം, ലൈം, അതുപോലെ ഈവൻ ചൈനീസ് ഓറഞ്ച്, പിന്നെ ഇസ്രയേൽ ഓറഞ്ച്, അങ്ങനെയുള്ള എല്ലാ ഇനവും പിടിപ്പിക്കാവുന്നതാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നാരങ്ങയുടെ വിലയോർത്തുള്ളു കത്തുമ്പോൾ ഒരു ചെറുനാരകം നമ്മുടെ വീട്ടുമുറ്റത്തും കായ്ച്ചുലഞ്ഞു നിൽക്കുന്ന ഒരു സ്വപ്നം നമ്മെ അക്ഷമരാക്കുന്നില്ലേ? മട്ടുപ്പാവിലെ ജൈവ വസന്തം. യാന്ത്രിക യുഗത്തിൽ സമ്പത്ത് മാത്രമല്ല, കൃഷിയും പരിമിത വ്യക്തികളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. എന്നാൽ കൃഷിയെ ഉപാസിക്കുന്ന പരിമിത വ്യക്തികൾ നമുക്കേറെ ആശ്വാസം തരുന്നവരാണ്. കാരണം അവർ കാർഷിക രംഗത്തെ ശക്തിമത്താക്കാൻ ആത്മസമർപ്പണം ചെയ്തവരാണ്. ഇതാ അതിലൊരാൾ. ഇവിടെ തിരുവനന്തപുരം പേരൂർക്കട നെടുമ്പുറം ലൈനിൽ
ആശിഷ് വില്ലയുടെ മട്ടുപ്പാവിൽ നൂറുമേനി പ്രേക്ഷകരെയും കാത്തു നിൽക്കുന്നു സുകുമാരൻ. ദിവസവും ഓഫീസ് വിട്ട് കമ്പോളങ്ങളിലും പാതയോരത്തും മായമുണ്ടോ വരുത്തനാണോ എന്നൊക്കെ വ്യാകുലപ്പെട്ട് പച്ചക്കറിക്കു വേണ്ടി തിക്കിത്തിരക്കി അലയുന്നവരോട് സുകുമാരന് സഹതാപമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നല്ലേ? ഇതാ നോക്കൂ. ചീനിയാമര, മുള്ളങ്കി, മുള്ളാത്ത, കുറ്റിക്കുരുമുളക്, കറ്റാർവാഴ, കോളിഫ്ലവർ. പന്തലിൽ തഴച്ചു പടർന്ന വള്ളികളിൽ തുടുത്തു നീണ്ട പടവലങ്ങൾ, വഴുതന, കത്തിരിയുടെ വിവിധ ഇനങ്ങൾ. ചെറുനാരകം, സവാള, കായ്ക്കുലകളുടെ ഭാരം കൊണ്ട് ഒരു താങ്ങില്ലാതെ പിടിച്ചു നിൽക്കാൻ തീരെ വയ്യാത്ത ഹൈബ്രിഡ് ഇനം തക്കാളി. ആരെയും അമ്പരപ്പിക്കുന്ന മുഴുപ്പുമായി വെണ്ട. ഒരു കാലത്ത് പെൺകുട്ടികളുടെ ഹരമായിരുന്നതും ഇന്ന് അപൂർവവുമായ ചൊടക്ക്. ഏറെക്കുറെ എല്ലാ മലക്കറികളുമുണ്ട് സുകുമാരൻ്റെ ആശിഷ് വില്ലയുടെ മട്ടുപ്പാവിൽ.